നേരത്തെ വനിതാ ലീഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് ഇക്കാര്യങ്ങൾ പിന്നെ പാണക്കാട് തങ്ങളോട് സാദിഖലി തങ്ങളോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ രസകരമായൊരു ഒരു മറുപടി ഉണ്ടായിരുന്നു. പ്രേംകുമാർ അത് കണ്ടിട്ടുണ്ടോ സംശയമുണ്ട്. ശ്രീലാലും ഒന്ന് കണ്ടിട്ട് വരാം. സാദിഖലി തങ്ങൾ പറഞ്ഞത് കേൾക്കാം. വനിതകൾക്ക് പ്രാതിനിധ്യമുണ്ടെങ്കിൽ വനിതാ ലീഗിൽ നിന്നാരും ഭാരവാഹികളാരും സ്ഥാനാർത്ഥികളായിട്ടില്ല എന്നൊരു ആ രീതിയിലുള്ളൊരു വിമർശനം കൂടി ഉയർന്നിട്ടുണ്ട്. ലീഗുകാരായ പുരുഷന്മാരുടെ ലീഗാണ്, ലീഗുകാരായ വനിതകൾ വനിതാ ലീഗാണ്. പ്രേംകുമാർ ആ നിർവചനം അല്ല, അതാണ് ന്യായം. വനിതകളാണെങ്കിൽ വനിതാ ലീഗാണല്ലോ. ഫാത്തിമ തഹ്ലിയ വനിതയല്ലേ, ഇപ്പൊ വനിതാ ലീഗല്ലേ? അല്ല, അവര് പറയുന്നത് വെച്ചാൽ ലീഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ യൂത്ത് ലീഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വനിതാ ലീഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ വനിതാ ലീഗിന്റെ ആളെയാണല്ലോ, അത് മൂന്നാണെന്നാണ് നൂർബിന റഷീദ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ രസം. ഇത് മൂന്നാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതാ തിരൂരങ്ങാടിയിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെയൊക്കെ സുഹൃത്താണ് PMA സമീർ. നല്ലൊരു പ്രൊഫഷണലാണ് സത്യമായിട്ടും. പക്ഷെ അദ്ദേഹം ചന്ദ്രിക പത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരുന്നോ, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ വന്ന വീഴ്ചയാണോ, അതോ ലീഗിന്റെ അകത്ത് ഫണ്ട് മിസ്മാനേജ്മെന്റിൽ വന്ന പ്രശ്നമായിട്ട് ഈ മനുഷ്യന്റെ തലയിൽ പെട്ടതാണെന്ന് അറിയില്ല. പക്ഷെ എന്തായിരുന്നാലും അവിടെ ജീവനക്കാരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത PF തുകയും മറ്റേ എന്താ പറയാ ഇൻഷുറൻസ് തുകയൊക്കെ കാലാകാലം അടച്ചില്ല എന്ന് പറഞ്ഞ സംഗതിയായി ബന്ധപ്പെട്ടിട്ടാണ് പാണക്കാട് തങ്ങളെ ED ക്വസ്റ്റ്യൻ ചെയ്തത്. അതെങ്ങാണ്ട് പിണറായി വിജയന്റെ പോലീസ് എങ്ങാണ്ടായിരുന്നെങ്കിൽ കേരളം കത്തിയേനെ. പക്ഷെ ED ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതിലുണ്ടായ മാനസിക വ്യഥയൊക്കെയാണ് ആ മനുഷ്യനെ അകാല ചരമത്തിലേക്ക് കൊണ്ടുപോയിരുന്ന കുടുംബത്തിലുള്ള പലരും, അദ്ദേഹത്തിനോട് ഭയങ്കര അടുപ്പമുള്ള പലരും, അല്ലെങ്കിൽ അബ്ദുറഹിമാൻ രണ്ടത്താണി അടക്കം വല്ലാതെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാള് കാൻഡിഡേറ്റ് ആവുന്ന അവർക്ക് സമ്മതിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്തുള്ള ഭയങ്കരമായ ഇമോഷണൽ പ്രശ്നം തന്നെയാണത്. അതായത് ലീഗിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ള വിയോജിപ്പുകൾ സാധാരണ തരത്തിലുള്ള ഒരു സീറ്റ് കിട്ടാത്ത കാര്യത്തെക്കാൾ ഡീപ്പായ ഇമോഷണൽ ലിങ്ക്സ് ഉള്ളതാണെന്നുള്ളതാണ്. അതായത് ഫാത്തിമയ്ക്കെതിരെയുള്ള ആരോപണം എന്താണ്? ലീഗിന്റെ നേതാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണം വരെ ഉന്നയിച്ച് ലീഗിനെ മൊത്തം പ്രതിസന്ധിയിലാക്കിയതാണ് എന്നാണ്. PMA സമീറിനെതിരെയുള്ള പരാതി എന്താണെന്ന് വെച്ചാൽ ഈ കണക്കുകൾ കൃത്യസമയത്ത് കൊടുക്കാതിരുന്നിട്ട് പാണക്കാട് തങ്ങളെ ED കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച ആളാണ് എന്നുള്ളതാണ്. ഈ റെസിസ്റ്റൻസിന് റേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഭയങ്കര ഇമോഷണൽ വെയിറ്റേജ് ഉള്ളതാണ്. അതാണ് ഇവരെ വല്ലാതെ ഇട്ട് വട്ടം കറക്കുന്നത്. ഈ രണ്ടത്താണിയുടെ ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം ലീഗ് നേതൃത്വം പാണക്കാട് തങ്ങളടക്കം സാദിഖലി തങ്ങളടക്കം ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്നും കൂടി തോന്നുന്നുണ്ട്. ഇന്ന് ആ വാർത്തകളുടെയൊക്കെ ഒരു പോക്ക് കണ്ടിട്ട് പ്രേംകുമാർ. അല്ല, അങ്ങനെ ഒരു എന്താ പറയാ ഒരു വിയോജിപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലീഗിന്റെ ലിസ്റ്റ് തർക്കമില്ലാത്ത ലിസ്റ്റാണ് കേട്ടോ. കുറെ ചെറുപ്പക്കാർ അതിൻ്റെ അകത്തുണ്ട്, കുറെ പുതിയ ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. പക്ഷെ അവർ പോലും പ്രതീക്ഷിക്കാറ്. ഞാനിതിൽ ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കുറെ ഉണ്ട്, പുതിയ ആളുകൾ കുറെ ഉണ്ട്. പിന്നെ ഒരു അതിസമർത്ഥമായിട്ടൊരു കാര്യം അവർ ചെയ്തിട്ടുണ്ട്. 2 വനിതകൾക്ക്, വനിതയായിരുന്നാലും യൂത്ത് ലീഗ് ആയിരുന്നാലും സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും നിയമസഭ കാണില്ല എന്ന് ഉറപ്പുള്ള 2 സീറ്റുകൾ, ഒന്ന് കൂത്തുപറമ്പിൽ, ഒന്ന് പേരാമ്പ്രയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് അവർ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടോട്ടിയിൽ ഉള്ള കാൻഡിഡേറ്റ് ആയിരുന്നാലും, പിന്നെ എന്താ പറയാ മലപ്പുറത്ത് വനിതാ ലീഗിന് സീറ്റില്ല. ഇല്ല, ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് സീറ്റ് ഇല്ലെന്നേ. കൂത്തുപറമ്പിലും പേരാമ്പ്രയിലുമാണ്. എന്നിട്ട് പേരാമ്പ്രയിൽ പോയിരിക്കുന്ന കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് പേരാമ്പ്രക്കാർക്ക് TP രാമകൃഷ്ണൻ അടുത്തു തുടങ്ങി എന്നുള്ളത്. ഏതെങ്കിലും ലീഗുകാർ പറയുന്ന വർത്തമാനമാണോ? അപ്പൊ അങ്ങനെ കേൾക്കുമ്പോഴാണ് നൂബിന റഷീദ് പറഞ്ഞത് ശരിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവർ വനിതാ ലീഗ് പോലും ആയിട്ടില്ല, എന്തോ കുട്ടി ലീഗോ കുഞ്ഞു ലീഗ് എങ്ങാണ്ടാണ്. ലീഗിന്റെ പൊളിറ്റിക്സ് നോക്കുന്ന ആൾക്കാർക്കുള്ള വകതിരി പോലും ഈ ആൾക്കാർക്കില്ല എന്നുള്ളതാണ്. പാണക്കാട് തങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രതിഷേധം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനേക്കാൾ അസ്വസ്ഥനായിട്ടുള്ള നമ്മുടെ ചർച്ചയിലൊക്കെ സജീവമായിട്ടുണ്ടാകുന്ന നമ്മുടെ ഷാഫി ചാലിയം, അദ്ദേഹം കഴിഞ്ഞ തവണ പറയുന്ന ശബ്ദ ഓഡിയോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 50 വയസ്സായി എനിക്ക് ഇതുവരെ ഒരു പൊസിഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉള്ളത്. അദ്ദേഹമൊക്കെ ശരിക്കും ഫോർ ഫ്രണ്ടിൽ നിന്നിട്ട് ലീഗിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നേ. അബ്ദുറഹിമാൻ രണ്ടത്താണി ആയിരുന്നാലൊക്കെ തന്നെ അവർ പെട്ടെന്ന് തഴയപ്പെടുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നം അതെങ്ങനെയത് പരിഹരിക്കുക എന്നുള്ളത്. കാരണം ഇവര് തങ്ങളുടെ വോയിസിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇനി ആര് പറഞ്ഞാലാണ് ഇവർ കേൾക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവരെന്തായിരുന്നെങ്കിലും തങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിൽക്കുവരുത്. തങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. മാത്രമല്ല അബ്ദുറഹിമാൻ രണ്ടത്താണി പോസ്റ്റ് ഇട്ട സമയം പോലും ഉണ്ടല്ലോ. അതായത് നോമ്പുള്ള ദിവസം സുബൈ നമസ്കാരത്തിന് എണീക്കുന്ന ആ സമയത്താണ് പോസ്റ്റ് ഇട്ടത്. ഇന്ന് രാവിലെ 5 മണിക്കാണ് ആ പോസ്റ്റ് വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഒരു ചെറിയ പോസ്റ്റിന് തൊട്ട് ശേഷം, അതും പ്രവാചകനെയും ഖുറാനെയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഗംഭീര അടിയാണ്, ഭീകര അടിയാണ്, ഭയങ്കര ഡെപ്തുള്ള അടിയാണ് ലീഗിൽ. അത് പയ്യന്നൂരിലുള്ള പാർട്ടി ഫാക്ഷൻ്റെ അകത്തുള്ള അടി പോലെയൊന്നുമല്ല, അങ്ങ് ന്യൂക്ലിയസിലേക്ക് പോകുന്ന അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.